പോത്തുണ്ടി ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. വിഷവിമുക്തമായ മത്സ്യം ആരോഗ്യമുള്ള ജനതയ്ക്കെന്ന സന്ദേശവുമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നെന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പും ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയും സഹകരിച്ചാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ശാസ്ത്രീയ രീതിയിലുള്ള മത്സ്യസമ്പത്ത് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ, നെന്മാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോട്ടം നാരായണൻ, MR നാരായണൻ, സൗമ്യ, ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KS രാജി എന്നിവർ പ്രസംഗിച്ചു. എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു, നല്ല എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ നല്ല മത്സ്യസമ്പത്ത് ലഭ്യമാവുന്ന തരത്തിൽ ഉള്ളൊരു വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. നമുക്ക് ഇത്രയും വലിയൊരു ഒരു റിസർവോയർ സംവിധാനം നമുക്ക് സ്വന്തമായിട്ട് നിൽക്കുകയാണ്. അതിന് പൂർണ്ണമായിട്ട് നമ്മൾ ഇത്തരം കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത് ഈ നാടിൻ്റെ മറ്റു പുരോഗതിക്ക് വേണ്ടി ഒരു വലിയ റിസർവോയർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉപയോഗത്തിൽ കൊണ്ടുവരാനും നാട്ടിനും ഈ പ്രദേശത്തിനുമൊക്കെ ഗുണകരമാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ടൂറിസം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ മറ്റൊരു മേഖലയാണ് മത്സ്യബന്ധന മേഖല എന്ന് പറയുന്നത്. അതിനെ ആ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ജില്ലയിൽ ഇത്രയും സംവിധാനങ്ങളുള്ള, ഇത്രയും റിസർവോയർ ഉള്ള, ഇത്രയും ജലസമ്പത്തുള്ള നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ, ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. നമ്മുടെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ സൂചിപ്പിച്ചത് 8 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പുഴയിൽ പോയപ്പോൾ 12 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. കട്ടില, മൃഗാല, രോഹു ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. മൊത്തം 8,47,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.